താങ്കൾ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടത്തിയ ഒരു പ്രസ്ഥാനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇടത് വോട്ടുകൾ BJPക്ക് ചോർന്നിട്ടുണ്ട് എന്ന തരത്തിൽ. അതിന് മറുപടിയായി ഇടത് സ്ഥാനാർത്ഥി കൂടിയായ സുനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് പരാജയഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു പ്രസ്താവന എന്നായിരുന്നു. അത് അനവസരത്തിലായി പോയി എന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ വസ്തുനിഷ്ഠമായി താഴെത്തട്ടുള്ള കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് കുറേ വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം UDF തോൽക്കുന്നല്ല. ഇവർ വോട്ട് മറച്ചെങ്കിലും അത് UDFൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ല. പിന്നെ സുനിൽകുമാർ പറയുന്ന ഈ പരാജയത്തിൽ എന്താ ഭീതിയുള്ളത് രാഷ്ട്രീയത്തിൽ? വിജയവും പരാജയവും ഉണ്ട്. അത് സുനിൽകുമാർ ഇവർ വിജയിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാജയത്തിൻ്റെ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത്. അത് ജൂൺ 4 കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം പരാജയം ഒരു ഭീതിയല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും അനുഭവത്തിൽ നിന്ന്. കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഈ പ്രതീക്ഷകൾക്കപ്പുറത്ത് വസ്തുതാപരമായ എന്ത് കണക്കുകളുടെ അടിസ്ഥാനം? അതായത് ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതേ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. രണ്ട്, മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ അസംബ്ലിയിൽ UDFനെ കൈവിട്ട മതന്യൂനപക്ഷങ്ങൾ ഇത്തവണ ഏകീകരിച്ച് UDFിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. രണ്ട്, പരമ്പരാഗതമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത മുന്നോക്ക വിഭാഗങ്ങളിൽ കുറേ വോട്ടുകൾ ഇത്തവണ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ താരമൂല്യമാണോ അതോ BJPയുടെ സംഘടനാതല പ്രവർത്തനമാണോ? ഇതിലേതാണ് അവിടെ ഒരു പോരാട്ടം? കഴിഞ്ഞ തവണ 28% കിട്ടിയതിൽ അദ്ദേഹത്തിൻ്റെ താരമൂല്യം ഒരു പ്രധാന ഘടകമായിരുന്നു. പക്ഷേ ആ താരമൂല്യം ഇന്ന് അദ്ദേഹത്തിനില്ല. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ അസംബ്ലിയിൽ നിന്ന് പരാജയപ്പെട്ടു. പക്ഷേ BJP കുറേ കൂടെ അവിടെ കുറച്ച് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണ അവരുടെ വോട്ട് 20% 30% പല സർവേകളിലും സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം ഇടതുപക്ഷ വോട്ടുകൾ മറയുന്നതുകൊണ്ടാണ്. അല്ലാതെ BJP അങ്ങനെ ശക്തി പ്രാപിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. സുരേഷ് ഗോപി പറയുന്നത് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ചിലാണ് എന്നാണ്. അതെ, ഇടനെഞ്ചിലോ വലനെഞ്ചിലോ ആവട്ടെ, അദ്ദേഹം ഏതായാലും MP ആവില്ല, തൃശ്ശൂർ എന്നാൽ MP ആവില്ല, അക്കാര്യം ഉറപ്പാണ്. ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് BJP നടത്തിയത്. അതിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പല രാഷ്ട്രീയ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. 2 തവണ തൃശ്ശൂരിൽ തന്നെ എത്തി. പക്ഷേ ആദ്യ ഘട്ടത്തിൽ താങ്കളെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം ആ ഒരു ആവേശം ദേശീയ നേതാക്കൾ അവിടേക്ക് വരുന്നതിൽ ഒരു കുറവുണ്ടായത് ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തെ ബാധിക്കുന്ന സാഹചര്യം ഇല്ല. അവിടെ DK ശിവകുമാറാണ് വന്ന ഒരു ദേശീയ നേതാവ് എന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാം ഫൈനലൈസ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ഫുഡ് പോയ്സൺ കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ റാലി പോലും അദ്ദേഹം ക്യാൻസൽ ചെയ്തു. അവർ രണ്ടുപേരെയും മാത്രമേ അവിടെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സെക്ഷൻ കൊടുത്തു, രാഹുൽ ഗാന്ധിക്ക് ഒരു സെക്ഷൻ കൊടുത്തു. രാഹുൽ ഗാന്ധിയുടെ ആലപ്പുഴയും തൃശ്ശൂർ ഉൾപ്പെടെയുള്ള യോഗങ്ങളാണ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ വരാത്തതിൻ്റെ ഒന്നും ഒരു പ്രയാസവും ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി വന്നാൽ കുറേ കൂടെ ഒരു താങ്കൾ അതിന് ആവശ്യപ്പെട്ടിരുന്നു? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വരണം എന്നുള്ള ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു ഞാൻ തന്നെ വരാം എന്ന് അദ്ദേഹം കൂടെ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളതിൻ്റെ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കാരണമാണ് അദ്ദേഹം വരാത്തത്.